അമേരിക്കൻ പ്രസിഡന്റിന്റെ സണ്ണിലോ ജെറേഷ് കുഷ്ണ, അയാളാരാ ബേസിക്കലി ന്യൂ ജേഴ്സിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഓർത്തഡോക്സ് ജൂവിൻ്റെ ഫാമിലി എന്നുള്ളയാളാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് അവരെ കൺവേർട്ട് ചെയ്ത് ജൂയിഷ് ആക്കി. അപ്പോൾ ഈ ജൂയിഷ് എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമോന് ഏറ്റവും കൂടുതൽ കച്ചവടം ഇവിടെ നടത്തുന്നത് സൗദി അറേബ്യയും ദുബായും ഖത്തറും. അത് കേരളത്തിലെ മരപ്പൊട്ടന്മാരായ സുഡാപ്പികളെ മനസ്സിലാക്കുക. അയാൾ ഹാർഡ് കോർ ജൂയിഷാണ്. അയാളുടെ ബിസിനസ്സും പണമല്ല ഈ അറേബ്യൻ രാജ്യങ്ങൾ കൊടുക്കുക. എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇത്രയും പണം ഈ പറയുന്ന സൗദി അറേബ്യൻ ഇൻവെസ്റ്റ്മെന്റും ഖത്തർ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്ന കാര്യം എന്താ? അയാളുടെ മരുമോനാ, അതാണ് ഇതിൻ്റെ കാര്യം, വേറൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അതായത് മനസ്സിലാക്കേണ്ടത്, ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഇനി ഇസ്രായേലുമായിട്ട് ഫൈറ്റ് അല്ല, അവർക്ക് ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഒരു പ്രതിഷേധ റാലിയോ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. കാരണം അറബ് രാജ്യങ്ങൾക്കറിയാം ഈ ഇഷ്യൂ ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവിടെയാണ് ട്രംപ് ഈ രാജ്യങ്ങളെ എല്ലാം, ഈ യൂറോപ്യൻ രാജ്യങ്ങളെ, ഈ പറയുന്ന ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളെയും ഈജിപ്തിലോട്ട് കൊണ്ടുവന്നിട്ട് ആലോചിച്ച് നോക്കുക, എന്തോ ഗെയിം പ്ലാൻ ആയിരുന്നു. ഇസ്രായേലിനാണ് പിന്തുണ കൊടുക്കുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം നടപ്പിലാക്കും. നടക്കത്തില്ല, അതും നടക്കാൻ പോകുന്നില്ല. കാരണം അല്ലെങ്കിൽ ആ രീതിയിലായി അതൊരു ഹ്യൂജ് ട്രാൻസ്ഫർമേഷനാണ്.